നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 33-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ ഈ സമയത്ത് ശ്രദ്ധ നിർത്തി വായിക്കാം. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടുകയുമില്ല. നോക്കണം, he who walks righteously and speaks with sincerity, he who rejects unjust gain and shake his hands so that they hold no bribe, he who stops his ears from hearing about bloodshed and shuts his eyes from looking upon evil, he will dwell on the heights, his refuge will be the impenetrable rock, his bread will be given him, his water will be sure. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോകയില്ല. യെശയ്യാ പ്രവചനത്തിലെ വചനഭാഗങ്ങളെല്ലാം വളരെ ശക്തമായ വാഗ്ദത്തങ്ങളാണെന്ന് നമുക്കറിയാം. നമുക്ക് കാണാം, നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി വളരെ സ്വാധീനിച്ചിട്ടുള്ള അനേക വാക്യങ്ങൾ യെശയ്യാ പ്രവചനത്തിലുണ്ട്. വളരെ കടുപ്പമുള്ളതായ, സാധാരണയായി മനുഷ്യർ ഉപയോഗിക്കാത്ത വൊക്കാബുലറീസ് യെശയ്യാ പ്രവചനത്തിലെ വാക്യങ്ങളിലുണ്ട്. പാറക്കോട്ടകൾ അഭയസ്ഥാനമായിരിക്കും, അതുപോലെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. ഇങ്ങനെ പറഞ്ഞുള്ള വളരെ മനുഷ്യൻ്റെ ഏറ്റവും പരിതാപകരമായ സാഹചര്യങ്ങളോടൊക്കെ ഇടപെടുന്ന, മനുഷ്യൻ്റെ ഏറ്റവും വൾണറബിൾ സാഹചര്യത്തിൽ അവന് ഊർജം പകരുന്നതായ വാഗ്ദത്തങ്ങൾ അസംഖ്യമായി യെശയ്യാ പ്രവചനത്തിലുണ്ട്. ഇവിടെ വളരെ തകർന്നടിഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ പല സാഹചര്യങ്ങളാൽ, പല കാരണങ്ങളാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നിന്നും, ദൈവിക ഇഷ്ടത്തിൽ നിന്നും മാറി സഞ്ചരിച്ച ഒരു കാലം. നോക്കണം, ദൈവ പൈതൽ, ഈവൻ ദ ഹ്യൂമൻ ക്രിയേഷൻ, വാട്ട് ഈസ് ദ പർപ്പസ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം? ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദ ക്രിയേഷൻ ഓഫ് ദ ഹ്യൂമൻ ബീയിങ് ടു വർഷിപ്പ് ഹിം. ഹൗ ക്യാൻ വൺ വർഷിപ്പ് ഗോഡ്? എങ്ങനെയാണ് ഒരാൾക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്? Only they can offer worship to God by obeying His will and walking according to His will. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധനയുടെ അനുഭവം ദൈവത്തിന് കാഴ്ചവെക്കാൻ കഴിയൂ. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രശ്നം നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത് പോലെ തന്നെ സമാനമായ പ്രശ്നങ്ങളായിരുന്നു. അതെല്ലാ സമയങ്ങളിലും ആ പ്രശ്നങ്ങൾ ഭൂമിയിലുണ്ട്. അത് ഏതെങ്കിലും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും മനുഷ്യൻ നേരിടുന്നത്. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ആ പ്രശ്നം ഇന്നും മാനവരാശിയെ കാർന്നു തിന്നുവാൻ വളരെ മാരകമായ ഒരു രോഗം പോലെ, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യനെ കാർന്നു തിന്നാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് സാത്താന്യ മണ്ഡലങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവജനം വളരെ
ദൈവകൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചരിത്രത്താളുകൾ നോക്കുമ്പോൾ ദൈവാശ്രയ ബോധത്തിൽ നിന്നവർ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടു. ഇന്ന് പകൽക്കാലം വളരെ പ്രയർഫുള്ളായിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അഭിഷക്തന്മാരുടെ എല്ലാം ചരിത്രം നോക്കിയാൽ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങളെ കാര്യമാക്കാതെ ദൈവത്തെ കാര്യമാക്കി ജീവിച്ചവരാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ സാക്ഷിയായി പിൽക്കാലത്ത് മാറുവാനും ഇടയായി തീർന്നത്. രക്തത്താൽ ജയം. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു. ഇതൊരു കാരണവശാലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തെ പിടികൂടുവാൻ ഒരു കാരണവശാലും നാം അനുവദിച്ചുകൂടാ. ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന അനുഭവം, അത് ദൈവത്തിൽ നിന്നുള്ളതായ പ്രൊവിഷൻസിനെ ബ്ലോക്ക് ചെയ്യുവാൻ മുഖാന്തരമായി മാറുന്നു. ഹല്ലേലൂയ. ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ഒരു നദി, അതിനൊരു ഡാം പണിത് അതിനൊരു തടയിടുമ്പോൾ ആ ഫ്ലോയിങ് അതൊഴുകി പല വിധത്തിൽ മണ്ണിനെ ജലാംശത്തിൽ കൊണ്ടുവന്ന് വളരെ ഫെർട്ടൈലാക്കി വലിയ വലിയ കൾട്ടിവേഷന് ഭാഗമാകാൻ കഴിയുന്ന രീതിയിലുള്ള സാധ്യതകളിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ മനസ്സിലാകുമല്ലോ. ഇതിന് സമാനമായ അനുഭവമാണ് ദൈവത്തിൻ്റെ ഫേവറിൻ്റെ ആ ഫ്ലോ ഒന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമായ നാമം മഹത്വപ്പെടട്ടെ. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നടക്കുന്ന ടെൻഷൻ, ജലം നദിയുടെ ഡാം ഒന്നടച്ചപ്പോൾ പല സാറ്റലൈറ്റ് പിക്ചറുകളും കണ്ടു. പാകിസ്ഥാൻ്റെ പല ടെറിറ്ററിയും ആ വെള്ളം ഒഴുകി ചെല്ലുന്നിടമെല്ലാം ആ നദി ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം ആശങ്കാകുലരാണ്. കാരണം അതിൻ്റെ ആ വെള്ളം ചെന്ന് നനച്ച് അതിലൂടെ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളുടെ ആ പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽപ്പിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഫേവർ അതുപോലെ ഒഴുകി വരുന്നത് ബ്ലോക്ക് ചെയ്യപ്പെടാതിരിപ്പാൻ, തടയപ്പെടാതിരിപ്പാൻ, അത് അനുസ്യൂതം ഒഴുകേണ്ടതിനായി ദൈവകൃപയോട് കൂടെ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നുകൊണ്ട് ദൈവജനം ഭക്തിയോടെ ദൈവത്തെ സേവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തിയോടുകൂടെ ദൈവത്തിൽ നമ്മൾ ജീവിക്കുവാൻ എല്ലായ്പ്പോഴും നാം തയ്യാറാകണം. സാധാരണക്കാരായ നമ്മൾ ഒരുപാട് കറപ്റ്റഡായ വഴികളൊന്നും ചെയ്യാനുള്ള അവസരമില്ലാത്തവരാണ്. നമ്മൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കുവാൻ പാടുപെടുന്നവരും പെടാപ്പാടുപെടുന്നവരുമാണ്. എന്നാൽ ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ 2-3 പ്രധാന കാര്യങ്ങൾ പ്രവാചകൻ ഹൈലൈറ്റ് ചെയ്യുകയാണ്. പ്രധാനമായിട്ടും ഈ അധ്യായം തന്നെ പറയുന്നത്, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയെല്ലാം ആയിക്കൊള്ളട്ടെ, സാരമില്ല, പക്ഷേ ഇഫ് യു ആർ റെഡി ടു പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ഗോഡ്, നിങ്ങളുടെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിങ്കൽ നിങ്ങൾ വെക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രക്ഷയ്ക്കായി ഞാൻ പ്രവർത്തിക്കാമെന്നുള്ളൊരു ഓഫറാണ് ഈ അധ്യായത്തിലുള്ളത്. ഇതിൻ്റെ കണ്ടന്റ്, സാരാംശം അതാണ്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളുടെ മേൽ ദൈവത്തിന് എപ്പോഴും ദൃഷ്ടിയുണ്ട്. ബട്ട് സംടൈംസ് വി ക്യാൻ അറസ്റ്റ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൈകളെ തന്നെ നമുക്ക് പ്രവർത്തനരഹിതമാക്കി നിർത്താൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ചില വിടുതലുകൾ സ്ഥായിയായി ആരാധനയുടെ പാർട്ടായിട്ട് തന്നെ ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിവേഗത്തിൽ ഓടിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിത മേഖലകളെ ആകെ ശുദ്ധീകരിക്കുകയും കഴുകുകയും ചെയ്യുക മാത്രമല്ല, അത് തടസ്സങ്ങളെ നീക്കി ദൈവപ്രവൃത്തിയിലേക്കും ദൈവിക വാഗ്ദത്തങ്ങളിലേക്കും നമ്മെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ജനത്തിൻ്റെ മേലുണ്ട്. അതാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള ഓൾ സ്റ്റോറി നമ്മൾ പഠിക്കുമ്പോൾ അവരേറ്റവും നാശകരമായ അനുഭവത്തിലേക്ക് പോകുമ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ മേലുണ്ട്. അതാത് സമയങ്ങളിൽ അവരെ പാപത്തിലേക്ക് വലിച്ചിട്ട ആളുകളൊക്കെ തകർന്ന തരിപ്പണമായി പോയിട്ടുണ്ട്. പക്ഷേ ജനം ദൈവത്തിൻ്റെ വളരെ കൺസേൺഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ദൈവമാണ് നേരിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ. ദൈവമാണ് അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് പാപബോധം വരുത്തി കൊടുത്തിട്ടുള്ളത്. കാരണം ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ദൈവ പൈതലേ നീ മാനിക്കപ്പെടണമെന്നുള്ളത്. നിങ്ങളുടെ ഹൃദയം ഒന്ന് ഉണരട്ടെ. ആ പ്രൊഫറ്റിക് വേർഡിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് സന്തോഷിക്കട്ടെ. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ പോലും ഹൃദയത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയായ രീതിയിൽ കിട്ടുകയില്ല. എന്നിരുന്നാലും നീ യഥാർത്ഥമായി മാനിക്കപ്പെടണമെന്നും അനുഗ്രഹിക്കപ്പെടണമെന്നും ഒരുപക്ഷെ നീ ചിന്തിക്കുന്നവരാരും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണമെന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന് ആഗ്രഹമുണ്ട് നീ മാനിക്കപ്പെടണമെന്ന്. നീ ശിരസ് കുനിച്ച് നിൽക്കാൻ ഇടവരരുതെന്നും നീ തല ഉയർത്തി നിൽക്കണമെന്നും ഉടകമാ റബൽഖനകസ്യാല അർദ്ധരാദികൾ ഖമനകസ്യാതുര. ഹല്ലേലൂയ. നീ തല ഉയർത്തി മാന്യമായി നിൽക്കണം, നീ മാനിക്കപ്പെടണം എന്ന് ദൈവ പൈതലെ കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ച് കർത്താവ് അത് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആഗ്രഹം നടക്കും. കർത്താവിൻ്റെ ആഗ്രഹം നടക്കും. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആ ബലമുള്ള കരങ്ങളിൽ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ സാഹചര്യങ്ങൾക്ക് പൂർണ്ണമായ മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. പത്രോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. സെയിൻറ്റ് അഗസ്റ്റിൻ ഒരിക്കൽ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞു, ദിസ് ഈസ് ദ മോസ്റ്റ് സീക്രട്ട് തിങ് ടു ലീവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. That number 1 is humility. Number 2 also humility. Hallelujah. Number 3 also humility. Oh, hallelujah. ആത്മികമായിട്ടും ഭൗതികമായിട്ടും നാം പണിയപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ് ആ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യുക? താണിരിക്കുക എന്നുള്ളത്. ആ ബലമുള്ള കൈക്ക് ശക്തിയുണ്ട് നിന്നെ മാനിക്കാൻ, എന്നെയും നിങ്ങളെയും മാനിക്കാൻ. എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം. ഞാൻ കൂടെ നിങ്ങളോട് പറയുവാൻ ഇടവരരുത്. ജേക്കബ് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയിൽ വന്ന വാചകങ്ങൾ, പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷയുടെ ഡയറക്ഷനെ തന്നെ മാറ്റുന്ന വാക്കുകൾ പ്രാർത്ഥനയിൽ വന്നു. റബാരപക്ഷസിയാല. ആത്മികമായ ഒരു ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ശത്രു തടഞ്ഞു വെച്ച പല തലങ്ങളുണ്ട്. അർവൽ ഘടകസ്യാന ഹദുന ദീപൽ ഘടകസ്യാല റധുനാസിയ അന്തർ വൈഡാരപക്ഷസ്യാലവരഗതന. ഹല്ലേലൂയ. ദൈവമക്കൾ സ്തുതിക്കട്ടെ. ഹൽബോ റബൽഖനഗസ്യാല. ഈ രാജ്യം കാണാൻ അനുവദിക്കത്തില്ലെന്ന് വാദിച്ച ശക്തികൾ ഉണ്ടായിരുന്നു. കുടൽ വൈരാദലകൽ ഖർഗസ്യാന. എന്നാൽ അതിൻ്റെ നടുവിലൊക്കെ നിന്നെ ബലത്തോടെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. വലിയ ശാരീരിക വെല്ലുവിളികൾ കൊണ്ടിട്ട് നിന്നെ തകർത്തെറിഞ്ഞു കളയുവാൻ അർത്ഥാൽ വൈഡകരകസ്യ റീബൽ ഘടക റൂഷ്മർഖേനിയോസിയാന. ശത്രു ഒരുമ്പെട്ട സന്ദർഭങ്ങളിൽ അവൻ്റെ കരം അനുകൂലമായി ഇറങ്ങി വന്ന് അവൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച സമയത്തെ ഓർത്ത് ഈ പകൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി ഇനിയും വെളിപ്പെടേണ്ടതുണ്ട്. ശത്രു നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തിയ പല വിഷയങ്ങളുടെ നടുവിൽ ഇനിയും നിന്നെ മാനിക്കാനുണ്ട്.
ഉടമാരകതൽ ഘടകരഹസ്യാന. അവന്റെ പാദം ചേർന്നിരിക്കട്ടെ, അവന്റെ പാദം ചേർന്നിരിക്കട്ടെ. ഖൽവർ ഖലകസ്യാല. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ദൈവം വലിയ അളവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വളരെ പീസ്ഫുള്ളായിട്ടുള്ള സമയങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അവരുടേതായ കാര്യങ്ങളിൽ മുഴുകി അവർ സീരിയസ് ആയിട്ട് അവരുടെ കാര്യങ്ങളിലാണ്. ദൈവാലോചനകൾക്കും ദൈവത്തിൻ്റെ നടത്തിപ്പുകളുമൊക്കെ അവർ വളരെ ലൈറ്റായി കണ്ടതായി ബൈബിളിൽ കാണുന്നു. പക്ഷേ ദൈവ പൈതലെ, ആത്മീയ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മുൻപിൽ സീരിയസ് ആയിരിക്കണം. സ്പിരിച്വൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം ആര് കൊടുക്കുന്നോ ആ കാര്യത്തിനൊരു ഗ്യാരണ്ടി ഉണ്ട്, നീ ലജ്ജിപ്പിക്കപ്പെടത്തില്ല. അതിനേതെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായാലും, ഏത് വഴികളുണ്ടായാലും, തടസ്സങ്ങളുണ്ടായാലും അതിന്മേൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. 1924 ഒളിമ്പിക്സിൽ മത്സരം നടക്കുകയാണ്. 1924 1924. അപ്പോൾ ഈ സമയത്ത് 100 മീറ്റർ റിലേ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒളിമ്പിക് ഗെയിമിൽ പ്രധാനപ്പെട്ടതാണ് 100 മീറ്റർ റിലേ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നും അതിനുവേണ്ടി ഓടാൻ ആളുകൾ പോയിട്ടുണ്ട്. എറിക് ലിഡൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 100 മീറ്റർ 100 മീറ്റർ റിലേക്ക് വേണ്ടി വളരെയധികം പ്രിപ്പയറായി, ലോകം തന്നെ ഗോൾഡ് മെഡലിസ്റ്റായി അദ്ദേഹമായിരിക്കുമെന്നുള്ളൊരു പ്രഡിക്ഷൻസ് തന്നെ. കാരണം മറ്റു പല ഗെയിമുകളിലും മുന്നേറി അങ്ങനെയാണല്ലോ പ്രഡിക്ഷൻസ് ഉണ്ടാകുന്നത്. എറിക് ലിഡൽ ഗോൾഡ് മെഡൽ ഇപ്രാവശ്യം 100 മീറ്റർ റിലേയിൽ കൊണ്ടുപോകുമെന്ന് അന്നത്തെ അവൈലബിൾ മാധ്യമങ്ങളെല്ലാം എഴുതി. പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ടൊരു വിഷയമുണ്ടായി. ആ വിഷയമെന്ന് പറയുന്നത്, ഏതോ ഒരു കാരണത്താൽ ആ ദിവസങ്ങളെ ഗെയിമുകളെല്ലാം അറേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ 1924 നടന്ന ഒളിമ്പിക് 100 മീറ്റർ റിലേ മത്സരം അത് ഞായറാഴ്ചയാക്കി. ഷെഡ്യൂൾ ചെയ്തത് സൺഡേയിൽ. എറിക് ലിഡൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ കടുത്ത ദൈവഭയമുള്ള, ദൈവാശ്രയ ബോധമുള്ളവനായിരുന്നു. നാളുകൾ, വർഷങ്ങൾ കൊണ്ട് അഭ്യസനങ്ങൾ നടത്തി ജീവിതം തന്നെ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ആളാണ്. അങ്ങനെയാണല്ലോ ഒളിമ്പിക്കിലൊക്കെ ഒരാൾ എത്തുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാതെ അസ്വസ്ഥ. അദ്ദേഹത്തിൻ്റെ രാജ്യം വളരെ പ്രതീക്ഷയോടെ അദ്ദേഹത്തെ കാണുകയാണ്. ഓർക്കണം, എറിക് ലിഡൽ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ ആരാധനയ്ക്ക് പോകും. ഇത് നടന്ന ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്. ഞാൻ ആരാധനയ്ക്ക് പോകും. അദ്ദേഹം ഒരുപാട് പേരോട് ആ തീരുമാനത്തിന് ആൻസർ പറയേണ്ടതാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന രാഷ്ട്രത്തോട് പറയേണ്ടതാണ്. കൂട്ടുകാരും തൻ്റെ കോച്ചും തൻ്റെ രാജ്യത്തെ ഭരണാധികാരികളുമൊക്കെ വളരെ ഇൻസിസ്റ്റ് ചെയ്യാനിടയായി, നിങ്ങൾ അതിൽ മത്സരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ചെറിയ ഓർമ്മ വെച്ച കാലം മുതൽ വളർന്നു വന്നപ്പോൾ ആരാധന മുടക്കി ഒന്നും ചെയ്യരുതെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും എനിക്ക് സോഫാർ അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് മാറുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ മത്സരം നടന്നു. എറിക് ലിഡൽ മത്സരിച്ചില്ല. 1-2 ദിവസം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ റോളൊന്നും പിന്നില്ല. അദ്ദേഹം ആ ടീമിൽ, ആ രാജ്യത്ത് ആണ്. പക്ഷെങ്കിൽ ഒരു ഫങ്ഷനും ഇല്ലാതെ നിൽക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ 400 മീറ്റർ ഓടേണ്ടതായ ഒരോട്ടക്കാരന് ഓടാൻ വയ്യാതായി ഇവരുടെ രാജ്യത്തു നിന്നുള്ള. അപ്പോൾ ആ ഒരു ചാൻസ് നഷ്ടമാകും. ഇവർക്ക് തോന്നി, കോച്ചിന് തോന്നി. കോച്ച് അതിന് പ്രിയർ സാങ്ഷൻ അവരുടെ ഗവൺമെൻറ്റിൽ നിന്ന് എടുത്തു. 400 മീറ്ററിന് ഓടാൻ ഇദ്ദേഹത്തോട് പറയുകയാണ്. ഇദ്ദേഹം ഒരിക്കലും 400 മീറ്ററും 100 മീറ്ററും തമ്മിലുള്ള അന്തരം, അതിൻ്റെ രണ്ടും പ്രാക്ടീസ് ലെവല് ഡിഫറൻ്റാണ്.
അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ഉൾപ്രേരണ കിട്ടി, നീ പോയി മത്സരിക്ക്. ഞാൻ പറയട്ടെ, ആ 400 മീറ്റർ റിലേയിൽ ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് മെഡലാണ്, ഗോൾഡ് മെഡൽ അദ്ദേഹത്തിന് നേടാനിടയായത്. ബൈബിളിൽ പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. എനിക്കറിയാം എൻ്റെ ആയുസിൻ്റെ പരിധിയിൽ എൻ്റെ സമീപത്തുള്ള ആളുകൾ ഞായറാഴ്ച മുളക് പറിക്കാനും ഞായറാഴ്ച ഉദാസീനമായി സമയങ്ങളെ കണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ ജീവിച്ച ആളുകളുടെയൊക്കെ ചരിത്രം സാധാരണ ചരിത്രമായി അവശേഷിക്കും. അതൊരു ചരിത്രമാണ്. നിങ്ങൾ ഒരു 10 കുടുംബങ്ങളെ എടുത്ത് പഠിച്ചാൽ മതി. കഴിവുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചു നോക്കണം. 10 കുടുംബങ്ങളെ എടുത്തിട്ട് ഒരു 25 വർഷത്തെ ചരിത്രം നിങ്ങളൊന്ന് പഠിക്കുക. ഹല്ലേലൂയ. ആത്മികതയ്ക്ക് മുൻതൂക്കം കൊടുത്തവർ, ദൈവിക കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുത്തവർ, ദൈവത്തെ ഭക്തിയോടെ ആരാധിച്ചവർ, ദൈവത്തെ ഭക്തിയോടെ സേവിച്ചവർ, അവരുടെ ചരിത്രം ഡിഫറൻ്റ് ആണ്. അവരുടെ ചരിത്രം ഒരിക്കലും സാധാരണക്കാരുടെ ചരിത്രം പോലെ മാറത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ദൈവത്തിൻ്റെ വചനത്തിനും ദൈവിക കാര്യങ്ങൾക്കും പ്രാമുഖ്യം കൊടുക്കുക. നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മുടെ ആത്മികതയെ കോട്ടിക്കളയുവാൻ, ചുരുക്കിക്കളയുവാൻ, അതിനെ ഡിഫറൻ്റ് വേയിൽ കാണുവാൻ നമുക്ക് ഇടയാകരുത്. മാനിക്കും. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുമ്പോൾ ഒരു സംഭവമല്ല നമ്മളെ വെറും ഓർമ്മിപ്പിക്കുന്നത്, സമർപ്പിച്ചാൽ സാഹചര്യം മാറുമെന്നാണ് ദൂത്. ഹല്ലേലൂയ. നിൽക്കേണ്ടതുപോലെ നിന്നാൽ, ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ, ആത്മികമായി ദൈവത്തിന് ഇഷ്ടമുള്ള വേയിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉത്സാഹം കാണിച്ചാൽ, ദൈവ പൈതലേ, നീ ഒരിക്കലും ലജ്ജിക്കില്ല. ഹല്ലേലൂയ. നിന്റെ ചുറ്റുപാടുകൾ നിനക്കെതിരായിട്ട് എത്ര ശക്തമായിരുന്നാലും അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. ദൈവം നിന്നെ മാനിക്കും. അടമന റഗൽ ഘടകസ്യാന. ഈ ദൂതാണ് യെശയ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. മടങ്ങി വരാൻ തയ്യാറായാൽ ഞാൻ എൻ്റെ രക്ഷയെ നിങ്ങളെ കാണിക്കും. മടങ്ങി വരാൻ തയ്യാറായാൽ എൻ്റെ അചഞ്ചലമായ ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനം ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ടിടയാകട്ടെ. അതിൻ്റെ 15-ാമത്തെ വാക്യം ഗൗരവമായിട്ട് ചിന്തിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ചില വിടുതലുകൾ, കാര്യമായ ചില വിടുതലുകൾ നടക്കേണ്ടതുണ്ട്. ആ സമർപ്പണത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ എത്തി പ്രാർത്ഥിക്കുമ്പോൾ ചില കെട്ടുകൾ പൊട്ടും. ഹല്ലേലൂയ. ചില ലോക്കുകൾ ഹല്ലേലൂയ തകർന്ന് എന്നുവെച്ചാൽ ശത്രു സീൽ ചെയ്ത് വെച്ച ചില മണ്ഡലങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയോ സ്വപ്നത്തിൽ പോലും ചിന്തയിൽ അത്രയുമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. നിങ്ങളുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത നിലയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചില വാഗ്ദത്തങ്ങളെ ശത്രു എന്നേക്കുമായി അടച്ചിരിക്കുന്നതിനെ തുറക്കാൻ ഉടകവർഖനാദി ആത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുന്നു. അർദ്ധാരഘടകസേനകസ്യാന. നമുക്ക് വേണ്ടത് എക്സ്ട്രീമായ സമർപ്പണമാണ്, ദൈവത്തോടുള്ള ബഹുമാനമാണ്, ദൈവിക കാര്യങ്ങളോടുള്ളതായ വലിയ റെവറൻസ് നമുക്ക് ആവശ്യമാണ്. അർഷബാലഘടകസ്യാന. ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നീതിയായി നടക്കുക. എ കോൾ ടു റൈച്ചിയസ് ലിവിങ്, റൈച്ചിയസ് വാക്കിംഗ്. നീതിയോടുകൂടെ നടക്കുക. റൈച്ചിയസ് ലിവിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രൂ ക്യാരക്ടർ ഓഫ് എ ഫോളോവർ ഓഫ് ഗോഡ്. യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിനെ പിൻപറ്റുന്ന ഒരു ദൈവപൈതലിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവമാണ് റൈച്ചിയസ് ലിവിങ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ് റൈച്ചിയസ്നെസ്. വാട്ട് ഈസ് റൈച്ചിയസ്നെസ്? ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. വാട്ട് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്? ദാറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്.
അതാണ് ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ ഓർക്കണം, ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലിന് വേണ്ടുന്നത്, കാരണം ഇവര് ദൈവ വഴികൾ നിന്ന് ഇവരങ്ങോട്ട് മാറാൻ തുടങ്ങിയെന്നല്ല, കൂട്ടത്തിൽ ഇവരുടെ സിനഗോഗുകൾ കൂടുന്നുണ്ട്, ഇവരുടെ പ്രാർത്ഥനകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ലോകത്തോട് ചേർന്ന് ഉള്ളൊരു പോക്കിലാണിവർ. ആ പോക്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മാനിക്കാൻ കഴിയത്തില്ല. ഈ മിസ്റ്ററിയാണ് നമുക്കറിയേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഡാനിയേൽ. ആ ഡാനിയേലിൻ്റെ സഹപ്രവർത്തകരുമായി ബാബിലോണിലെ പാലസിൽ ചെന്ന സന്ദർഭം. ഇവിടെ ഓൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ആരാണ്? ദൈവമല്ലേ. അവരെ അവിടെ കൊണ്ടുവന്നത് ദൈവമല്ലേ. അവിടെ ആക്കിയിരിക്കുന്ന ദൈവമല്ലേ. ദൈവത്തിന് എല്ലാ സാഹചര്യവും അറിയത്തില്ലേ? വേണമെങ്കിൽ അവർക്ക് അങ്ങനെ തീരുമാനിച്ചുകൂടായിരുന്നോ? ഡാനിയേൽ 1:8 പറയുന്നത്, they decided themselves they will not defile. അവരെ തന്നെ ദൈവം ഭാഗം എന്ത് ചെയ്യത്തില്ല, പറഞ്ഞാട്ടെ, മലിനമാക്കത്തില്ലെന്ന് അവർ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? രാജാവിൻ്റെ മലിന ഭോജനം കൊണ്ട് വീഞ്ഞു കുടിച്ച് അവർ തങ്ങളെ തന്നെ മലിനമാക്കത്തില്ലെന്ന് തീരുമാനിക്കുക. വേണമെങ്കിൽ അതൊരു പ്രോട്ടോക്കോളിൻ്റെയും അവിടുത്തെ കസ്റ്റത്തിൻ്റെയൊക്കെ ഭാഗമാണെന്ന് കരുതി വേണമെങ്കിൽ അവർക്ക് ഇത് ദൈവം അറിഞ്ഞല്ലേ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അത് സാധാരണഗതിയിലല്ലല്ലോ. അവരൊക്കെ പ്രത്യേകമായ ഇൻസ്ട്രക്ഷൻ, അവരുടെ ഇൻചാർജ്, ഡയറ്റിങ്ങും കാര്യങ്ങളും നോക്കുന്ന ഇൻചാർജ് അരിയോക്കെന്ന് പറയുന്ന ആൾ, അയാൾ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും മുഖത്ത് ക്ഷീണമോ ആരോഗ്യകരമായി നിങ്ങൾ ക്ഷീണിച്ച് കണ്ടാൽ അദ്ദേഹത്തിന് ശിരച്ഛേദമാണ്. നോക്കണം, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാൻ, ആ കോൺസിക്വൻസ് സഹിക്കാൻ ഇവർ തയ്യാറാണ്. അതുമാത്രമല്ല, ഡാനിയേൽ പറയാണ്, 10 ദിവസം ഞങ്ങളെ ഇങ്ങനൊന്ന് ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ഇത്രയൊക്കെ പാടുപെട്ട് റിസ്ക് എടുത്ത് ഇത്രയൊക്കെ പെയിൻ എടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഒരു വ്യക്തി തയ്യാറായാൽ ദൈവം ഇറങ്ങി വരത്തില്ലേ? ഹല്ലേലൂയ. അവിടെ ഒരു കോംപ്രമൈസ് സ്റ്റേജിലുള്ള ഒരാളിലൂടെ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുത്താൻ കഴിയില്ല. ഇതാണ് ആവർത്തിച്ച് ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നത്. എന്താണ്? കോൾ ടു എ റൈച്ചിയസ് ലിവിങ്. നീതിയോടുകൂടെ എന്ത് ചെയ്യുക? നടക്കുക, നേര് പറയുക, വാക്ക് റൈച്ചിയസ്ലി. ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന ദൈവപൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മോറൽ അപ്രൈറ്റ്നസ്. നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ മോറൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ കുറയ്ക്കാൻ പാടില്ല. ഹൈ മോറൽ വാല്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഇൻവാർഡഡ്ലി ഔട്ട്വാർഡഡ്ലി, ഇത് നമ്മളെ ആത്മീയമായി പുറമേ മാത്രമല്ല അകമേയും പുറമേയും ഒരുപോലെ ഇൻവാർഡഡ്ലി ആൻഡ് ഔട്ട്വാർഡഡ്ലി. ദൈവത്തോട് ഇത് ചെറിയൊരു കാര്യമല്ല. നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യേകത ഇതാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവുമായിട്ട് നമുക്ക് ലഭിച്ച ബന്ധം അത് ചെറിയൊരു റിലേഷൻഷിപ്പല്ല, അത് വളരെ ഹൈലി എക്സ്പെൻസീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. കാരണം പഴയ നിയമത്തിൽ ലെവിറ്റിക്കസിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളും അതുപോലെ മഹാപുരോഹിതന് പോലും ആണ്ടിലൊരിക്കൽ ചെന്ന് ആ അതിവിശുദ്ധ സ്ഥലത്ത് കയറാൻ കഴിയുന്നൊരു കാലഘട്ടം, അത്രമാത്രം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മൊസൈക്ക് ലോ, മോശ മുഖാന്തരമുള്ളതായ നിയമത്തെ മാറ്റി ഹല്ലേലൂയ നേരിട്ട് കടന്നു എന്ന് ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ കഴിയുന്നൊരു ബന്ധം. ആ റിലേഷൻഷിപ്പ് ചെറുതല്ല, അത് കൈവിടാതെ സൂക്ഷിക്കേണ്ടതാണ്. അത് വളരെ വില കൂടിയ ബന്ധമാണ്. ആ ബന്ധം ഒരു വിഷയത്തിലല്ല, എല്ലാ നാളും ഹല്ലേലൂയ നമ്മെ താങ്ങി നിർത്താൻ മതിയായതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാം കാര്യങ്ങളിലും നമ്മുടെ മോറൽ വാല്യൂസ്, നമുക്ക് പരാജയം വന്നിട്ടുണ്ടാകാം, തെറ്റുകൾ വന്നിട്ടുണ്ടാകാം, പക്ഷേ കുറ്റം ചാർത്തലല്ല ഇവിടെ നടക്കുന്നത്. നമ്മെ കൂടുതൽ ബോധവൽക്കരിച്ച് ആത്മീയമായി കൂടുതൽ പുതുക്കപ്പെട്ട ജീവിതത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്
നാം പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രതിബന്ധങ്ങൾ വഴിമാറി നമ്മുടെ ആത്മീയ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകാനും കർത്താവ് ഇടയാക്കും. ഇവിടെ നേര് പറയുക എന്നുള്ളത് സ്പീക്സ് വാട്ട് ഈസ് റൈറ്റ്. നേര് പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ എല്ലായ്പ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നവരാകണം. നമ്മളാരും പെർഫെക്റ്റ് അല്ല. ഹ്യൂമൻ ബീയിങ് ആർ ഇംപെർഫെക്റ്റ്. അവർ ഇംപെർഫെക്റ്റ് ആണ്. there are lot of shortcomings. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, പെർഫെക്ഷനിലേക്ക് നമ്മെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ വചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാവ് എന്ന് പറയുന്നത് വളരെ അതിപ്രധാനമായ ഒരു റോള് വഹിക്കുന്നതാണ്. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. ഹല്ലേലൂയ. ഹൗ ടു സ്പീക്ക്, വാട്ട് ടു സ്പീക്ക്, വെൻ ടു സ്പീക്ക്, വേർ ടു സ്പീക്ക്, ഇതെല്ലാം നമ്മൾ അറിയേണ്ടതാണ്. ക്രിസ്ത്യൻ ലൈഫിനകത്താണ് ഈ ഇത്രയും കാര്യങ്ങൾ, ഒരാളെ ഏറ്റവും മാന്യരാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വചനത്തിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശരിയായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരാകണം. നമ്മുടെ നാവ് നമുക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനുള്ള അവയവമല്ല. നമ്മുടെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാണെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാര്യങ്ങളെ, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം, അത് ആശയവിനിമയം ചെയ്യുവാനായിട്ടാണ് ദൈവം നമുക്ക് ഈ നാവിനെ തന്നിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ ഈ വായിക്കുന്ന ഈ പുസ്തകം, നാം ധ്യാനിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ലേഖകൻ്റെ ആ പ്രധാനപ്പെട്ടതായ അപ്പോയിൻമെൻ്റ് നമുക്കറിയാം. യെശയ്യാവ് 6 അദ്ദേഹം വളരെ വേദപുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രവചന ശുശ്രൂഷ നടത്തിയ ആളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ, അതറിയാമല്ലോ, 6-ാം അധ്യായത്തിൽ ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ 6 ചിറകുള്ള മാലാഖമാരും ക്രോബേന്മാർ ആ ഭാഗം അങ്ങനെ താഴോട്ട് പോകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ആർത്ത് ചൊല്ലി സാറാഫുകൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവികമായ എൻകൗണ്ടർ യെശയ്യാവ് കണ്ടപ്പോൾ, യെശയ്യാവ് യഥാർത്ഥമായി ദൈവത്തെ കണ്ടപ്പോൾ തൻ്റെ അയോഗ്യത തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ കാണുമ്പോൾ ഹല്ലേലൂയ, യോഗ്യതകളേക്കാൾ അധികമായി നമ്മളപ്പോൾ പറയും, എന്തു യോഗ്യത, ഓ സ്തോത്രം, എനിക്ക് എന്ത് യോഗ്യത. അതേ സ്ഥാനത്ത് അയോഗ്യതകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഓ റബൽ ശമനഹസ്യാന, ആ വളരെ മിടുക്കനായ ചെറുപ്പക്കാരൻ യെശയ്യാവ് വളരെ സ്വാധീനമുള്ളവൻ, ഭരണതലത്തിൽ സ്വാധീനമുള്ളവൻ. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ദൈവത്തിൻ്റെ മുൻപിൽ ഏൽപ്പിക്കുന്നതിന് ഒരു തടസ്സമായില്ല. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, എൻ്റെ നാവ് ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളതാണ്, എൻ്റെ അധരം അങ്ങനെയുള്ളതാണ്. പക്ഷേ നടക്കുന്ന കാര്യം അറിയാമല്ലോ, ആ ഒരു പ്രാർത്ഥന, ആ ഒരു ഏൽപ്പിച്ചു കൊടുക്കൽ വലിയ മാറ്റം ഉണ്ടാക്കും. പലപ്പോഴും പിശാച് നമ്മളെ സമ്മതിക്കത്തില്ല. പക്ഷേ ചെറുതായിട്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നായാൽ ഒരു വാക്കനുതാപത്തിൻ്റെ പ്രാർത്ഥന വന്നാൽ, നമ്മുടെ ഇനഫിഷ്യൻസിയെ സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പിക്ചർ മാറും, സാഹചര്യം മാറും. പല കാരണങ്ങൾക്കും നമ്മുടെ ആ മൈൻഡ് സെറ്റപ്പാണ് ഹല്ലേലൂയ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നത്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റപ്പിനെ പൂർണ്ണമായും ഇടിച്ച് നിരത്തപ്പെടുവാനിടയാകണം. ദൈവമാണ് നമ്മളെ പണിയുന്നത്, ദൈവമാണ് നമ്മളെ വാർത്തെടുക്കുന്നത്, ദൈവമാണ് നമ്മളെ വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ യെശയ്യാവ് ഹല്ലേലൂയ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് അംഗീകരിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി അതിനൊരു റെമഡി ഉണ്ടാവുകയാണ്. അതുമാത്രമല്ല, വലിയൊരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കുകയാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ കരുത്തുണ്ടാകും. പലപ്പോഴും ദൈവാത്മാവിൻ്റെ ആലോചന ഏറ്റെടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണവും ഇതാണ്. അന്നേരം ദൂത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അതിന് പ്രതികരിക്കാനുള്ള വില്ലിങ്ങിനെ സ്പിരിറ്റ് അദ്ദേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകാമെന്ന് പറയാനുള്ള ആ വില്ലിങ്ങിനെ സ്പിരിറ്റ്, അത് സ്പിരിറ്റിൻ്റെ ഒരു പ്രധാന ഗുണമാണ്.
ഹല്ലേലൂയ. സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്, നമ്മൾ സമർപ്പിക്കുന്നത്, നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ഇവിടെ നാം കാണണം, യെശയ്യാവാണ് വേദപുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രവചന നടത്തിയത്. ആ നാവ് കൊണ്ടാണ് ഏറ്റവും വലിയ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടത്. ആ നാവ് ഒന്നിനും കൊള്ളാത്ത നാവാണെന്നും അശുദ്ധമായ നാവാണെന്നും സ്വയം ഏറ്റുപറഞ്ഞപ്പോൾ സ്വർണ്ണ നാവുകളാക്കി യെശയ്യാവിൻ്റെ നാവുകളെ കർത്താവ് മാറ്റി. ഇന്ന് പകൽക്കാലം കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഏറ്റവും വീക്കറായ അനുഭവത്തിൽ നിൽക്കുന്ന ഒരാളെ ഹല്ലേലൂയ അത്യധികമായി ആശ്വസിപ്പിക്കാനും ശക്തീകരിക്കാനും കഴിയുന്ന വാഗ്ദത്തങ്ങൾ യെശയ്യാവിൽ ഒരുപാടുണ്ട്. ഹല്ലേലൂയ. മനസ്സ് തകർന്നു പോയെന്ന് വിചാരിച്ച ഇസ്രായേലിനെ നിവർത്തി നിർത്തുവാൻ പര്യാപ്തമായ ശുശ്രൂഷകൾക്കായിട്ട് അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അപ്രകാരം നമ്മെ ഏൽപ്പിക്കുവാൻ നമുക്കിടയാകണം. നമ്മുടെ നാവ് എപ്പോഴും നേര് സംസാരിക്കുക. ഒത്തിരി സംസാരിക്കാതിരുന്നാൽ തന്നെ തെറ്റുകൾ വരാതിരിക്കും. ഞാൻ ഈ ആത്മീയ ശുശ്രൂഷയുടെ ഗൗരവം വിടുന്നില്ല, അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ പറയാമായിരുന്നു. നിങ്ങളുടെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറുകയും ചെയ്തേനായിരുന്നു. പക്ഷേ ഞാനതിലോട്ട് ഇപ്പോൾ പോകുന്നില്ല, സമയമില്ല. ഒരു പ്രയോജനമില്ലെങ്കിലും കള്ളം പറയുന്ന രീതികളുണ്ട്. ഒരു ഉപയോഗവും ഇല്ല, നമുക്കൊരു ഗുണവും വരാൻ പോകുന്നില്ല. പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. ആ ഒരു ശീലം നമ്മളാക്കാമെങ്കിൽ വാക്കുകളിൽ വാക്ക് പെരുകിയാൽ പറഞ്ഞാട്ടെ ലംഘനം ഇല്ലാതിരിക്കില്ല. അപ്പോൾ വാക്ക് പെരുകുമ്പോൾ ലംഘനം ഉണ്ടാകും. നമ്മൾ വളരെ ഹൈ സ്റ്റാൻഡേർഡിലുള്ള ടീച്ചിങ് ആണ് വിശുദ്ധ വചനം നമുക്ക് നൽകുന്നത്. അത് പുലർത്താൻ ഏറ്റവും ഡീസൻ്റായിട്ട് നമുക്ക് നിൽക്കാൻ ഇടയാകുന്ന ടീച്ചിങ് ഇതിനകത്തുണ്ട്. ഇത് വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ മൂന്നാമത് പറയുന്ന പീഡനത്താലുള്ള ആദായം വെറുക്കണം. റിജക്റ്റ് കറപ്റ്റ് ഗെയിൻ. ദൈവഹിതത്താൽ അല്ലാതുള്ളതായ ഒന്നും നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യരുത്, നിൽക്കാൻ പാടില്ല. അത് ബ്രൈബറി. നമുക്കാർക്കും ഇവിടെ ഇല്ല. ഇന്ത്യയിലായിരുന്നേ അത് പറയായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർ തൊട്ട് ബ്രൈബറി. ഇവിടെ ബ്രൈബറിക്കൊന്നും ഒരു സ്പേസ് ഇല്ല, അതുകൊണ്ട് അത് വിടുകയാണ്. പക്ഷേ ബ്രൈബറിയിൽ വരുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളത് കൊടുക്കാതിരുന്നാൽ ബ്രൈബറിയാണ് കേട്ടോ. ഞാൻ പിന്നെ ആ ടോപ്പിക്ക് ഒത്തിരി പ്രസംഗിക്കുന്ന ശീലം എനിക്കില്ല. കാരണം ഞാനൊരു സെക്കുലർ സൈഡിൽ ജോലി ചെയ്ത് വന്ന ആളായതുകൊണ്ട് അതൊത്തിരി പറയുന്നില്ല. പക്ഷേ അതൊക്കെ റെസ്പെക്റ്റോടെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചാൽ അതുപോലെ നിങ്ങൾ മാനിക്കപ്പെടുമെന്ന് ഒറ്റ വാക്കിൽ ഞാനവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതും ഒരു കറപ്ഷനായിട്ടാണ് മലാഖി പ്രവചനം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ എന്ത് ചെയ്യാണ്, കൊള്ളയടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എക്സ്ട്രീം പോയിൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഷൻ ഈവിൾ ഇൻഫ്ലുവൻസ്. രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ. പ്രിയമുള്ളവരെ, ഒരുപാട് ഇനി വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. നമ്മളെല്ലായ്പ്പോഴും ആഴമേറിയ ചിന്തകൾ ധ്യാനിക്കാൻ അവസരം ലഭിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പണിയപ്പെടാൻ ഏൽപ്പിക്കുക. കർത്താവ് അതിന് താഴെയുള്ള വാഗ്ദത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കുമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കും. ദൈവം അവർക്ക് വേണ്ടി എല്ലാം സപ്ലൈ ചെയ്യുമെന്നാണ്. ഗോഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊവിഷൻ 16-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. ഹല്ലേലൂയ. അവർ ഉയരത്തിൽ വസിക്കും. ഉയരത്തിൽ വസിക്കുക എന്ന് പുതിയ നിയമത്തിലും അത് പറയുന്നുണ്ട്. ഉയരത്തിൽ വസിക്കുക, ഉയർന്ന ചിന്തകളുമായി ഉയരത്തിൽ വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ആ സാന്നിധ്യത്തിൽ ഒരാൾ നിന്ന് കഴിയുമ്പോൾ ഒന്നിനെയും ഭയം വരുത്തില്ല. വെല്ലുവിളികളെല്ലാം സറൗണ്ടിങ്ങിൽ കാണും, പക്ഷേ അതവർക്ക് വിഷയമല്ല, കാരണം അവരെ തൊഴിലത്. ഹല്ലേലൂയ. ഉയരത്തിലുള്ളതായ ചിന്തകളും ഉയരത്തിലെ സാന്നിധ്യവും, അതാണ് ഒരു സങ്കീർത്തനക്കാരൻ 62-63 പറയുന്നു. ആ താഴ്വരയിൽ നിന്നുകൊണ്ട് സങ്കീർത്തനൻ ഒരു വാക്യം പറയുന്നുണ്ട്. ലോർഡ് ലീഡ് മീ ടു ദാറ്റ് റോക്ക് വിച്ച് ഈസ് ഹയർ ദാൻ ഐ. അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നീ നടത്തണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ
ആ ഇമേജറി ആയിട്ട് അത് പറഞ്ഞിരിക്കുന്നത് വാലിയിൽ നിൽക്കുമ്പോൾ ഒന്നും കാണാനില്ല, എല്ലാം നിരാശയുടെയും വേദനയുടെയും പ്രതിസന്ധികളുമാണ്. എന്നാൽ ആ ഭക്തൻ പറയുകയാണ്, എന്നെ ആ ഉയരത്തിലേക്ക്, അത്യുന്നതമായ പാറയെങ്കിലേക്ക്, ആ കൊടിമുടിയുടെ ശൃംഗത്തിലേക്ക് എന്നെ കയറ്റണം. കാരണം ഇവിടെ ഒന്നും കാണാനില്ല. പക്ഷെ ഉയരത്തിൽ കയറുമ്പം ഇവിടെ പ്രതീക്ഷയില്ല. കയറുമ്പോൾ എനിക്ക് ചുറ്റുപാടുമുള്ളതെല്ലാം കാണാം, പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. ആ രീതിയിലാണ് ഈ വചനത്തെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉയരത്തിൽ വസിക്കുന്ന വലിയ കാഴ്ചപ്പാടുള്ളവരായി മാറും. നമുക്ക് വലിയ വെളിപ്പാടുകൾ ദൈവം തരും. വെളിപ്പാടെന്ന് പറയുമ്പോൾ അത് സ്പിരിച്വൽ മാത്രം, ഡിവൈൻ മാത്രമല്ല കേട്ടോ. നമ്മുടെ ഭൗതികമായ ജീവിത കാര്യങ്ങൾ ബുദ്ധിയോടെ ചെയ്യാനുള്ള ഐഡിയയും ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ദൈവം ചില ആശയങ്ങൾ നമുക്ക് തരും. നമ്മൾ എടുക്കേണ്ട ചില സ്റ്റെപ്പുകൾ എടുക്കാൻ ദൈവം നമ്മൾ അതിൽ പ്രവർത്തിക്കും. ചില ഇടപെടലുകൾ ദൈവം നടത്തും. ദൈവം നീക്കുപോക്കുകൾ കൽപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുമാത്രമല്ല, വചനത്തിലുടനീളം കാണുന്നത് വളരെ വ്യക്തമായ സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ അവർക്ക് വേണ്ടി ഓഫർ ചെയ്യുകയാണ്. വളരെ നല്ലൊരു ആലോചനയാണ് ദൈവാത്മാവ് നമുക്ക് നൽകിയത്. ശത്രുവിന് നമ്മെ തൊടാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ മാനിക്കാൻ നമ്മുടെ കർത്താവിന് താല്പര്യമുണ്ട്. നിങ്ങളെ ഏറ്റവും മാന്യരായി കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളത് മറ്റാരേക്കാളും അധികമായി നമ്മുടെ കർത്താവിനാണ്. നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്നതും, നിങ്ങൾ ആരോഗ്യത്തോടെ നടക്കുന്നതും, നിങ്ങളുടെ തലമുറകൾ ആത്മീകമായി ദൈവികമായി വളർന്നു വരുന്നതും, ജീവിതത്തിൽ എല്ലാ നിലയിലും മാനിക്കപ്പെടാൻ അത് കാണാൻ ആഗ്രഹിക്കുന്ന നല്ല കർത്താവ്. നമ്മുടെ മാതാപിതാക്കൾ, ആരുടെയും മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാണാൻ ആഗ്രഹമില്ലേ? നമുക്കറിയാമല്ലോ, നമ്മുടെ മാതാപിതാക്കൾ അവരൊരു ചിന്തിച്ചാൽ മതി, അവരവരുടെ അപ്പനമ്മമാർക്ക് എത്രമാത്രം ഗൗരവമായിട്ടാണ് കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് കണ്ടിട്ടുള്ളത്. വേദപുസ്തകം നരേറ്റ് ചെയ്യുന്നതായ ദൈവം അമ്മയെക്കാളധികമായി സ്നേഹം തരുന്ന ദൈവത്തെയാണ്. ഹല്ലേലൂയ. വേദപുസ്തകം നരേറ്റ് ചെയ്യുന്നതായ ദൈവം, നാം സേവിക്കുന്ന ദൈവം ഭൗമികമായൊരു പിതാവിനേക്കാൾ കെയർ കൊടുക്കുന്ന ദൈവമാണെന്നാണ് വിവരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. ശമറദൽഖനസിയാല അർത്ഥാരവക്ഷമനഘടകസ്യാലാന്തരാദിയ ഓ റിയാൽ ബർഖനേസിയാന്തരേദിയാരഗന അർദ്ധലവൗഷമനഘടകസ്യാല. ദൈവപൈതലേ, ആത്മികമായി ഹല്ലേലൂയ കൂടുതൽ ഉണർത്തപ്പെട്ടവരായി കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പനിമിഷം പ്രാർത്ഥിച്ചാട്ട്. എനിക്കൊരു ചേഞ്ച് വേണം, എനിക്കൊരു മാറ്റം വേണം. എൻ്റെ വിഷയത്തിനകത്തെ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം. അടർഖമനഘടകസ്യാല. ഓ സ്തോത്രം, 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 സ്തോത്രം. ആ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ. ഇതൊരു വിടുതലിൻ്റെ സമയമാണിത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ, ശത്രു പറയും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഞാനിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, വലിയ മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് പിശാച് പറയും. പക്ഷെ നീ പ്രാർത്ഥിച്ചു നോക്ക്, മാറ്റമുണ്ടാകും. തമൽ ഖനകസ്യാല. ചില വിടുതലുകൾ കർത്താവ് പകരും. ഗ്ലോറി ബി ടു ഗോഡ്. ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൽ ഖനകസ്യാല. ഓ സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതൊരു അവസരമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ, മാന്യതയുടെ മകുടം ചൂടിപ്പിക്കുവാൻ, ലജ്ജയുടെയും അപമാനത്തിൻ്റെയും നിന്ദയുടെയും അവസ്ഥകളിൽ നിന്നെ ഉയർത്തിയെടുക്കുവാൻ. എപ്പോഴും നിരാശയും എപ്പോഴും സങ്കടവും കണ്ണുനീര് വറ്റാത്ത അനുഭവങ്ങളിൽ നിന്ന് ദൈവവൈതലേ നിന്നെ മാനിക്കാൻ ശമാന തലക്കനോസിയാദര. ഓ ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. പരിശുദ്ധനെ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായി, കൃപകൾക്കായിട്ട് നന്ദി. വചനം പറഞ്ഞ അടിയനെയും കർത്താവെ, കേൾവിക്കാരായ ഓരോ വാത്സല്യ മക്കളെയും ഞങ്ങളെ ഒരുമിച്ച് ദൈവസന്നിധാനത്തിങ്കിൽ സമർപ്പിക്കുന്നു. അൽഖനഘടകസ്യാന.
ഓ സ്തോത്രം, 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 സ്തോത്രം. നിന്നിൽ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് പാറക്കോട്ടകൾ അടിസ്ഥാനമായിരിക്കും എന്ന് നീ കേൾപ്പിച്ചല്ലോ. ഓ ഇംപ്രഞ്ചബിൾ റോക്ക്, ഓ ആർക്കും നീക്കാൻ കഴിയാത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത, ഓ ശത്രുവിന് നോക്കാൻ പോലും കഴിയാത്ത ആ കോട്ട, ആ ഡിവൈൻ ഫോർട്രസ് ഒരു ദൈവപൈതലിന് അടിസ്ഥാനവും കോട്ടയുമായിരിക്കുമല്ലോ. കർത്താവേ, അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിന്റെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആഴത്തിൽ ചില വിടുതലുകൾ, ചില പ്രത്യേക വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് കൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഷാബ റബഖാനാസ്യാന അസ്യാദുൽ ബർഖാനിയാന്തര. അങ്ങയുടെ നാമത്തിന് എല്ലാ മഹത്വവും കരേറ്റുന്നു. ശുശ്രൂഷ ധന്യമാക്കിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.